നമുക്ക് ഔട്ട്സൈഡ് ഡെലിവറിക്ക് നമുക്ക് ഷെയർ ചെയ്യുന്ന ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ QR കോഡ് എങ്ങനെ വർക്ക് ചെയ്യും നോക്കാം. ഇപ്പോൾ കസ്റ്റമർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ QR സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐറ്റംസ് എല്ലാവർക്കും കാണാൻ പറ്റും. അവിടെ നിന്ന് എന്ത് ചെയ്യാം, പ്ലസ് ബട്ടൺ അമർത്തുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുക അവരോട് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഡെലിവറി അഡ്രസ്സും. അപ്പോൾ ഒരു മൊബൈൽ നമ്പറും അഡ്രസ്സും അയക്കുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അവർ പുതിയ ഐറ്റംസ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. നേരത്തെ പ്ലസ് ബട്ടൺ ഞെക്കുമ്പോൾ ജസ്റ്റ് അഡ്രസ്സും ഫോൺ നമ്പറും അടിക്കാൻ ചോദിച്ചു, അതിന് ശേഷം തൊട്ടാണ് അവർക്ക് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ. പ്ലസ് ഐറ്റം ആവശ്യമുള്ളതെല്ലാം സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഇനി വ്യൂ ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് കാണാൻ പറ്റും. ഐറ്റംസ് ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും എല്ലാം പറ്റും. അതിന് ശേഷം പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വാട്സപ്പിലേക്ക് പോകുന്നു. വാട്സപ്പിൽ പോകുമ്പോൾ എന്താ, ഇത് ടേബിൾ ഓർഡർ അല്ല, ഡെലിവറി ഔട്ട്സൈഡ് ഡെലിവറിയാണ്. അപ്പോൾ ഡെലിവറി അഡ്രസ്സ്, ഓർഡർ ടൈപ്പ്, ടൈം, ഓർഡർ ID, എന്തൊക്കെ സാധനങ്ങളാണ്, ക്വാണ്ടിറ്റി, ടോട്ടൽ പ്രൈസ്, ടോട്ടൽ എമൗണ്ട് സഹിതം എല്ലാം കാണിക്കും. ഇതേപോലെ ഈ പാർട്ട്ണറിൻ്റെ ഡാഷ്ബോർഡിൽ എന്ത് ചെയ്യണം, ഈ ഓർഡർ കാണിക്കണം. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, പാർട്ട്ണറായിട്ടൊന്ന് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഔട്ട് ചെയ്യാം, സൈൻ ഇൻ ആസ് പാർട്ട്ണർ. ഇതൊരു സാമ്പിൾ അക്കൗണ്ട് ആട്ടോ. സൈൻ ഇൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ 3 വരെ ക്ലിക്ക് ചെയ്തിട്ട് ഓർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. ഇതാണ്. അതിന് ശേഷം ഷോ, ഇപ്പോൾ ന്യൂവസ്റ്റ് ആണ് കാണിക്കുന്നത്. ഇതാണിപ്പോൾ വന്ന ഓർഡർ. മെയ് 6, 12 മണി, കസ്റ്റമറിൻ്റെ നമ്പർ, ടോട്ടൽ എമൗണ്ട്, ഡെലിവറി അഡ്രസ്സ്. ഇനി സ്റ്റാറ്റസ് പെൻഡിങ് ആണിപ്പോൾ. എന്തൊക്കെ ഐറ്റംസാണ് ഓർഡർ ചെയ്തത്, എത്ര രൂപ എല്ലാം കാണിക്കും. നമുക്കൊന്നില്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ മാർക്കസ് കംപ്ലീറ്റ് കൊടുക്കാം. ഇങ്ങനെയാണ് ഓർഡർ ഇപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്ന ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ. റെസ്റ്റോറൻറ്റ് ഓണർക്ക് ഒരു ഓർഡർ വരുമ്പോഴത്തേക്കും വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ മൊബൈലാണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കാണിക്കാം. അതേപോലെ കസ്റ്റമർക്ക് ഈ പറഞ്ഞ സ്റ്റാറ്റസ്, ഓർഡർ ക്യാൻസൽ ആയതാണോ അല്ലെങ്കിൽ ഓർഡർ കംപ്ലീറ്റ് ആയോ, ഇത് അറിയിക്കാനുള്ളൊരു ഓപ്ഷനും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഇപ്പോൾ ഓർഡറിങ് സിസ്റ്റം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡെലിവറി ആണല്ലോ കണ്ടത്. ഇനി ടേബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, ടേബിൾ ഓർഡർ ആണെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് നമ്പർ മാത്രം ചോദിക്കും, അഡ്രസ്സ് ചോദിക്കില്ല. ഇത്രയേ ഡിഫറൻസ് ഉള്ളൂ. ഈ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷനും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. മാത്രമല്ല ഇവർ ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഫ്രീക്വൻ്റ് ആയിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ സേവ് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങളൊരു സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് നിങ്ങളുടെ ഷോപ്പിലെ പ്രൊമോഷൻസും ഇൻസ്റ്റാ സ്റ്റോറി സ്റ്റാറ്റസ് എല്ലാം കാണാനും പറ്റും.